നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 28-ാം തീയതി 1201-ാം ആണ്ട് തുലാമാസം 11-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് തന്നെ പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രമൊക്കെ ശുഭനക്ഷത്രമാണ് എങ്കിലും ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വ എന്ന് പറയുമ്പോൾ പൊതുവെ ശത്രുഗ്രഹമാണ്. അപ്പോൾ ചൊവ്വയെ ആയിട്ട് വന്നിരിക്കുന്ന ഈ ദിവസം നമുക്ക് കുറേ ശത്രുക്കളും അസ്വസ്ഥതകളും ടെൻഷനും ഒക്കെ ഉണ്ടാവാൻ ഇടവരുന്ന കാലയളവാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇന്ന് ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ ശത്രുക്കളുടെ എണ്ണം കൂടും, പലതരത്തിലുള്ള അസ്വസ്ഥതയുണ്ടാവും, സാമ്പത്തിക നഷ്ടത്തിനിടവരും, മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് പാത്രീഭവിക്കും. അതുപോലെ നമുക്ക് താഴെയുള്ളവരുടെയും സംസാരിക്കുന്ന സൂക്ഷിച്ചായിരിക്കണം, അല്ലെങ്കിൽ അവർ നമ്മൾ പറയുന്നതിനെ വേറൊരു രീതിയിൽ കൊണ്ടുവരും. നമ്മളിലുള്ള വൈരാഗ്യം ഉള്ളെടുക്കും. ഇപ്പോൾ കുഞ്ഞു പാമ്പ് കടിച്ചാലും വിഷമുണ്ട്. ഇപ്പോൾ ബോസിന് താഴെയുള്ളവർ എതിരായി നിന്നാലും നമുക്ക് കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകാൻ പറ്റാതെ വരും. അതുപോലെ തന്നെ തുലാമാസത്തിലെ പൂരാട നക്ഷത്രം ബർത്ത്ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര നല്ലതല്ല ഈ ഒരു വർഷക്കാലം. വളരെ സൂക്ഷിക്കണം. സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, ശാരീരിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ആക്സിഡൻ്റ് ഉണ്ടാവാം, സർജറിക്ക് വിധേയമാവാം, കേസ് വഴക്കുകളിൽ പെടാം, ഭൂമി സംബന്ധമായി പ്രശ്നങ്ങൾ വരുത്താം, ഒക്കെ ഉണ്ടാവാൻ ഇടയുള്ള സമയമാണ് ഈ ഒരു വർഷക്കാലം. അപ്പോൾ നമുക്കിതൊക്കെ വരും. അപ്പോൾ നമുക്ക് ഈ മേഖലയെല്ലാം എന്തൊക്കെ വരുമെന്ന് നമുക്ക് മനസ്സിൽ കണ്ടിട്ട് അതിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം. ശാരീരികമായിട്ടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിനെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും അസുഖം വന്നാൽ വച്ചുകൊണ്ടിരിക്കരുത്. വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം. പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതെ മാക്സിമം സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അതിനൊപ്പം തന്നെ നമുക്ക് ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി പരിഹാരം ചെയ്യണം. മുരുകന് സുബ്രഹ്മണ്യ സ്വാമിക്ക് ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം നടത്തണം. അതുപോലെ തന്നെ ശ്രീമുരുക യന്ത്രം ദോഷങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി മൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. അപ്പോൾ നമുക്ക് ഈ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇന്നത്തെ ദിവസം നോക്കുമ്പോൾ നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാവുകാല സമയം വരുന്ന ഉച്ചയ്ക്ക് ശേഷമാണ്. 3 മണി മുതൽ 4:30 മണി വരെയാണ് രാവുകാല സമയം. ഇന്ന് രാവുകാലം 3 മണി 3 മിനിറ്റ് തൊട്ട് തുടങ്ങും. 4:30 എന്നുള്ള 4:31 വരെ ഉള്ളൂ. അപ്പോൾ ഒരു 2-3 മിനിറ്റിൻ്റെ വ്യത്യാസം കലണ്ടറിൽ ഇട്ടിരിക്കുന്ന സമയമായിട്ട് ഏകദേശം കറക്റ്റായിട്ട് തന്നെ പോവുകയാണ്. ഇപ്പോൾ കലണ്ടറും ഉദയ ശരിക്ക് ദിവസമായിട്ട് ഒരു ബന്ധമില്ലാതെ വരും. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല. അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട. അതുപോലെ ഗുളിക കാലസമയവും യമകണ്ഠ കാലസമയവും ഒരു കാര്യങ്ങൾക്കും, മറ്റത് യാത്രയ്ക്ക് മാത്രമാണെങ്കിൽ ഇത് ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയമാണ് ഗുളികനും യമകണ്ഠനും. ഇന്ന് ഗുളിക കാല സമയം വരുന്നത് 12:08 തൊട്ട് 1 മണി 36 മിനിറ്റ് വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 9 മണി 13 മിനിറ്റ് തൊട്ട് 10:41 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11 മണി 44 മിനിറ്റ് തൊട്ട് 12 മണി 32 മിനിറ്റ് വരെ. ഈ സമയം നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. എല്ലാ കാര്യങ്ങൾക്കും അഭിജിത്ത് മുഹൂർത്തം അനുകൂലപ്രദമാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റെഡ് കളർ, ചുവന്ന വസ്ത്രം ധരിക്കുന്നത് അല്ലെങ്കിൽ ചുവന്ന മിക്സ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നതും ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.